ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എനിക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഒരു അടിപൊളി സെറ്റപ്പാണ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തലമുടിക്കൊക്കെ നരച്ച് കഴിഞ്ഞാൽ വളരെ ബോറാണ്. ബോറെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഇപ്പോൾ പ്രായം തോന്നാത്ത, ഇനി അധികം പ്രായമാവാത്തവർക്ക് തന്നെ ഇപ്പോൾ തലമുടി നരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് തലമുടി നരച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കത് വീട്ടിൽ തന്നെ പുറത്തുനിന്ന് ഒരു കെമിക്കൽ അങ്ങനെ ഒരു ഇൻഗ്രീഡിയൻസും കൂട്ടാതെ വീട്ടിൽ നാച്ചുറലായിട്ട് നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാൻ പറ്റും. ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് കറുപ്പിച്ച് അങ്ങോട്ട് പിന്നെ അത് കുളിക്കുമ്പോൾ പോവുക, അങ്ങനത്തെ ഒരു ഹെയർ ഡൈ അല്ല. അത് പെർമനൻ്റായിട്ട് ബ്ലാക്ക് ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെയുള്ളൊരു സെറ്റപ്പ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, നമ്മൾ വീട്ടിൽ എങ്ങനെ അത് ഉണ്ടാക്കാം എന്നാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ അരക്കപ്പ് എടുത്തിട്ട്, ഇത് ഒറ്റ പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അരക്കപ്പ് വെളിച്ചെണ്ണ കുറേ പ്രാവശ്യം നമുക്ക് ചെയ്യാം. അത്രയും അരക്കപ്പ് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് അരക്കപ്പ് വെളിച്ചെണ്ണയും കൊണ്ട് ഒരു പ്രാവശ്യമില്ല, ഒരുപാട് പ്രാവശ്യം നമുക്ക് തലയിൽ തേക്കാൻ പറ്റും. അപ്പോൾ അരക്കപ്പ് വെളിച്ചെണ്ണ, അതിൻ്റെ കൂടെ നമ്മൾ കറിവേപ്പില ഉണ്ടല്ലോ, കറിവേപ്പില അതൊരു കപ്പ് വേണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരക്കപ്പ് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്കത് അതിലേക്ക് നമ്മൾ ഒരു കപ്പ് മറ്റേ എന്താ പറയുക, കറിവേപ്പില ഒരു കപ്പ് ഇടുക. കറിവേപ്പില ഒരു കപ്പ് ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ നന്നായി തിളപ്പിച്ചിട്ട് അത് ഒരു കാപ്പി നിറം ഒക്കെ ആവുന്നത് വരെ നല്ലോണം തിളക്കണം കേട്ടോ. അങ്ങനെ തിളച്ച് കഴിഞ്ഞിട്ട്, നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഈ അടുപ്പ് ഓഫാക്കുക. ഇങ്ങനെ അടുപ്പ് ഓഫാക്കിയിട്ട് നമ്മൾ അത് തണുക്കാൻ വേണ്ടി വെക്കണം. തണുക്കാൻ വേണ്ടി വെച്ചിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമ്മളത് നന്നായിട്ട് അരിച്ചെടുക്കണം. നന്നായി അരിച്ചെടുത്തിട്ട് നമ്മൾ എത്രയാണോ തലമ ജസ്റ്റ് തലമ എത്രയാണോ തേക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്രയെന്ന് വെച്ചാൽ തലേൻ്റെ നിര വന്നുകൊടുത്ത് മാത്രമല്ല, തല ടോട്ടലി എത്രയാണ് നമ്മൾ തേക്കാൻ ഉപയോഗിക്കുന്നത്, അപ്പോൾ അത്രയും ഒരു പാത്രത്തിലേക്ക് എടുക്കുക, ചെറിയൊരു ഇതിലേക്ക് എടുക്കുക. അപ്പോൾ എടുത്തിട്ട് അതിക്ക് കുറച്ച് മൈലാഞ്ചിപ്പൊടി അതിക്ക് ചേർക്കുക. മൈലാഞ്ചിപ്പൊടി ഒരു സ്പൂണ് മൈലാഞ്ചിപ്പൊടി, അല്ലെങ്കിൽ ഒരു സ്പൂൺ മൈലാഞ്ചിപ്പൊടി ആ എണ്ണൻ്റെ ഇതിക്ക് പാകത്തിന്, ഇളക്കാൻ പാകത്തിന് മൈലാഞ്ചിപ്പൊടി ചേർക്കുക. ഈ മൈലാഞ്ചിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിനോട് കൂടി യോജിപ്പിക്കുക. ആ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ നമ്മളെ മുടിയിൽ അപ്പോൾ എണ്ണമയം ഒന്നും ഉണ്ടാകാൻ പാടില്ല, വെള്ളം അതേപോലെ ഒന്നും ഉണ്ടാവാതെ ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുന്ന മുടി ഉണ്ടല്ലോ, ഈ ഡ്രൈ ആയി കിടക്കുന്ന മുടിയിൽ വേണം നമ്മളത് തേക്കാൻ. നമ്മളത് ടോട്ടലി തേച്ചിട്ട് തല മൊത്തത്തിൽ ടോട്ടലി തേച്ചിട്ട് നമ്മളതൊരു 2 മണിക്കൂർ അങ്ങനെ വെയിറ്റ് ചെയ്യാം. 2 മണിക്കൂർ അത് നമ്മൾ വെയിലത്തേക്കൊന്നും പോവാതെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുക, ഒരു 2 മണിക്കൂർ. അപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യണത്. അത് നന്നായിട്ട് പിടിച്ച് 2 മണിക്കൂറായി കഴിഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിൽ അത് കഴുകിക്കളയാം. ഓക്കെ, ഈ ചുടുവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാർ അങ്ങനെയല്ല, ഈ തണുത്ത വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് കഴുകിക്കളയാം. അപ്പോൾ നമ്മുടെ മുടി വളരെ സിമ്പിളായിട്ട് തന്നെ അത് ബ്ലാക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക, ഓരോ ആഴ്ചയിൽ ഓരോ പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമ്മളെ മുടി ബ്ലാക്ക് ആയിട്ട് തന്നെ നിലനിർത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങുന്നത്, ഓരോ കമ്പനീൻ്റെ സാധനങ്ങൾ, കമ്പനീൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിന് പല കമ്പനികളുണ്ട് ഹെയർ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതൊക്കെ കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ളൊരു ഐറ്റംസുകളായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞാൽ കെമിക്കലൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പാർശ്വഫലങ്ങളൊന്നും വരില്ല എന്നാണ് അതിൻ്റെ ഒരു ഇത്. കാരണം വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.